ഓഫ്. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോക്ക് സ്വാഗതം. ഗൈസ്, ഞാൻ അവിടെ ആക്ച്വലി ബോറടിച്ചിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു കോഫിനെ കൂട്ടി ഒരു വ്ളോഗിലാണ്. ഇപ്പോൾ സമയം 4 മണിയാട്ടോ. എല്ലാവരും അവിടെ കിടന്നുറങ്ങും. അപ്പോൾ എനിക്ക് ഭയങ്കര ബോറടി. ഞാൻ കുറേ ക്യാറ്റ്സിൻ്റെ വ്ളോഗ്സ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു വ്ളോഗ് ഇടാണ്. അവിടെ ഇരിക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ തുറച്ചു നോക്കി എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കട്ടെ. ഞാനിപ്പോൾ എന്നെ കൊണ്ടുവരാം അവിടെയൊക്കെ. ബോറടിക്കില്ലേ? എനിക്ക് ബോറടിക്കില്ല. എൻ്റെ കയ്യിലേക്ക് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. എനിക്ക് ബോറടിക്കണ്ട. എനിക്ക് ബോറടിക്കോ? എന്നോട് ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറ. ഹായ് പറ സുന്ദരി. എല്ലാവരും ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ഹായ് പറ. എ ഡേ ഇൻ മൈ ലൈഫ് പറ. കയ്യിലിരിക്കില്ല. ഇങ്ങനെയായിരുന്നു. ആക്ച്വലി ഇവിടെ ഒരു ബട്ടിക്കുട്ടി ഉണ്ട്. സോ അവനും പേടിച്ചിട്ടാണ് ഇരിക്കാൻ മുട്ട. ശരി, നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ഇരിക്കും. ഇടയ്ക്ക് ഭയങ്കര സമാധാനപ്രിയമായിട്ട് ഇരിക്കും. എപ്പോഴും സമാധാനമില്ല. എൻ്റെ സമാധാനം കളയും. എൻ്റെ ഡോഗ് അവിടെ നോക്കിക്കും നിപ്പുണ്ടേ. കേൾക്കുന്നുണ്ട്. പറ. ചിലപ്പോൾ മാന്തി പെട്ടെന്നായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇവളുടെ കാര്യമൊന്നും ആക്ച്വലി പ്രഡിക്റ്റബിൾ അല്ല. ലോക്കായി. അതുകൊണ്ട് ഇനി വകുപ്പില്ല എസ്കേപ്പ് ചെയ്യാനായിട്ട്. ഞാൻ പൂച്ചമ്മ നിൻ്റെ എനിക്കിപ്പോഴും ടെക്നിക്ക് മനസ്സിലായിട്ടോ. ഇങ്ങനെ തലോടി കൊടുക്കുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുസൃതി കൊടുക്കുക. നമുക്ക് കുസൃതി കൊടുക്കാന്നൊന്നല്ല പറയേണ്ടത്. ആക്ച്വലി ഞാനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല പുള്ളിക്കാരിക്ക് ഇടയ്ക്കൊരു മൂഡ് വരും മിണ്ടാനായിട്ട്. അപ്പം ഞാൻ തലോടാൻ തുടങ്ങും. ഞാൻ തലോടി കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ എന്നെ മാന്താൻ തുടങ്ങും. അപ്പം ഞാൻ ഒബ്വിയസ്ലി ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാനത് എൻഡ് ചെയ്തിട്ട് പോകും. ഇപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അവൾക്ക് ഈ ചൊറിഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടമാണ്. ഇപ്പം എനിക്കെൻ്റെ ആയുധം കിട്ടി. ഞാനും വിചാരിച്ചു എന്താ എൻ്റെ അടുത്ത് ഒട്ടും ആൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാത്തതെന്ന്. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നല്ല ആൾക്ക് ഇഷ്ടമാണ്. ഫുഡ് നമ്മൾ കൊടുക്കുന്ന സമയത്തും വെള്ളം വെച്ച് കൊടുക്കുന്ന സമയത്തും. പറങ്ങിൻ്റെ അളവ് നോക്കിയേ, സുഖിച്ചിരിക്കുക. കണ്ണിങ്ങനെയോ? പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോൾ ബോറടിച്ചിട്ട് ആൾ പോകും കേട്ടോ. സോ അത് നമുക്ക് പറയാൻ പറ്റില്ല. മൂഡ് സ്റ്റിങ്സ് നല്ല പോലെയുള്ള പൂച്ചനെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പോണമെന്നൊക്കെ ഉണ്ട് കയ്യിൽ നിന്ന്. പക്ഷെ ചൊറിയല സുഖമുള്ള ആരും പോകുന്നില്ല. പെട്ടെന്ന് സ്ക്രാച്ച് വരാം. ഇങ്ങനെ അങ്ങോട്ട് മാന്തും. തുടങ്ങി വയലെല്ലാം തുടങ്ങി. പരമാവധി ഞാൻ ഡിസ്ട്രാക്ട് ചെയ്ത് ഇരുത്തും. വയലൻ്റ് ആയാൽ പിന്നെ ചതിക്കില്ലേട്ടോ. മിനിഞ്ഞാന്നൊരു മാന്ത് കിട്ടി. അതിലേക്ക് ചോരയൊന്നും വന്നില്ല. പക്ഷെ എൻ്റെ ഇറച്ചി ഉണ്ടല്ലോ, ഈ കൈമലത്തി ഇറച്ചി, അതിങ്ങനെ ഉള്ളി പിടിച്ച് കോർത്ത് വെച്ചിരിക്കാം. വിടാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നേ ഇല്ല. അവസാനം ഞാൻ അടിക്കാനൊക്കെ എടുത്ത് തോന്നി. പിന്നെ അടിച്ച ചത്തു പോന്നു. എനിക്ക് വിഷമമെന്ന് വെച്ചാൽ ഞാൻ മിണ്ടിയില്ല. ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുക എൻ്റെ കൈ. ഞാൻ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആള് ഭയങ്കര എന്നെ ഇങ്ങനെ പറ്റിച്ചിട്ട് ഇങ്ങനെ എന്നൊക്കെ. ഞാൻ വിചാരിച്ചു ഹാപ്പിയാണ്. ഇതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ കൊളുത്തല്. ഇത് കൊളുത്തി ഞാൻ കട്ട് ചെയ്യുവേ.
ചില ഏരിയാസിലെ ആൾക്ക് അങ്ങനെ പിടിക്കുന്നത് ഇഷ്ടമല്ല. വയറുമെന്ന് ഒഴിയുന്നത് അങ്ങനെ അത്രയ്ക്കാണ് കംഫർട്ടബിൾ അല്ല പുള്ളിക്കാരി. നേരത്തെ ആ 2 കവളത്തും ഞാൻ ഉമ്മ വെച്ചത്. എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ എൻ്റെ ബ്ലഷ് ആട്ടാ, എൻ്റെ അവളുടെ നാച്ചുറൽ ബ്ലഷ് അല്ലേ അത്. ബാ ഇവൻ പാവാ, നിന്നെ പോലെ അല്ലേ ഇവൻ വൃത്തികെട്ടവളും. ഇത് ജാട, ഇത് പാവ. അയ്യോ തണ്ട് ബാ. ചേച്ചിയുടെ വെള്ളം ഞാൻ കൊടുക്കാനേ. ഇതാണ് ചേച്ചിയുടെ വെള്ളത്തിൻ്റെ പാത്രം. ഇത് പൈപ്പ് വെള്ളമല്ല കേട്ടോ, നമ്മുടെ മറ്റേ പുറമേ നമ്മൾ മേടിക്കുന്ന വെള്ളം. അത് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും വൃത്തിയിടാണ്ട അവൾ കുടിക്കും. അതുകൊണ്ട് എപ്പോഴും ഞാൻ ക്ലീൻ ആക്കിയിട്ടേ കൊടുക്കാറുള്ളൂ. നമ്മൾ ക്ലീനാക്കി വെക്കും, വെള്ളം ഒഴിക്കും. പക്ഷെ അവൾ രാത്രിയൊക്കെ എന്തെങ്കിലും പ്രാണികളൊക്കെ വീണിടുന്ന നെക്സ്റ്റ് ഡേ അവളത് കഴിക്കില്ല, അല്ല മീൻസ് കുടിക്കില്ല വെള്ളം. അപ്പം ഞാനെപ്പോഴും രാവിലെ എടുത്തിട്ട് ഇത് ക്ലീൻ ആക്കിയിട്ട് വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കും. ഫില്ല് ചെയ്തിട്ട് വരാം. എൻ്റെ കയ്യിൽ വെള്ളം ഉണ്ട് കേട്ടോ, രാജകുമാരിക്കുള്ള വെള്ളം. തെറ്റേ വെള്ളം തെറ്റി. ഇങ്ങനെ ലോക്ക് ഇതാണ്. അപ്പം എനിക്ക് തന്നെ ഊരാണേ. ഈ ലോക്ക് തന്നിട്ട് പതുക്കെ ഞാൻ ഇതിൻ്റെ മോളിൽ വെക്കും. ചേച്ചി ഇത് നോക്കും എന്ത് ഇവരെ കാണിക്കുന്നേ. നൈസായിട്ട് അവിടെ സെറ്റ് ചെയ്യും. വേണമെങ്കിൽ അങ്ങോട്ട് ഞാൻ തള്ളി വെക്കും. അപ്പോൾ അവൾക്ക് ഈ ഗ്യാപ്പിലിരുന്ന് കുടിക്കാം. കുച്ചോ അവളുടെ ഫുഡിൻ്റെ പ്ലേറ്റ് ചേച്ചി തരുമോ? ഫുഡിൻ്റെ പ്ലേറ്റ് എനിക്ക് തരുമോ? റോഷ് ഇട്ടവളെ ഫുഡിൻ്റെ പ്ലേറ്റ് തന്നാലല്ലേ എനിക്ക് ഫുഡ് ഇടാൻ പറ്റുള്ളൂ മാഡം. ഫുഡിൻ്റെ പ്ലേറ്റ് അടി അല്ല റോഷ് ഇട്ടവളെ. ഒന്നും പറയാല്ല. ചക്കരേ വേണമെങ്കിൽ എടുത്ത് കഴിയടി. അല്ല ആ വാലൊന്ന് മാറ്റും യുവർ മെജസ്റ്റി. ആ വാല് മാറ്റും. വാല് പാത്രത്തുണ്ട് തഴുകാനല്ല പറഞ്ഞേ. വാലുണ്ട് പാത്രത്തിന്. അടിപൊളി. ആളുടെ ഫുഡ് ഇതാണ്. ഈ ഗ്ലാസ്സിലാണ് ഞാൻ കൊടുക്കാം. ഒരു ദിവസം ഈ ഗ്ലാസ് ഞാൻ ഫില്ല് ചെയ്യും. അതല്ലാണ്ട് അതിൽ കൂടുതൽ ഞാൻ കൊടുക്കാറില്ല. കാരണം ഇപ്പോൾ തന്നെ എന്നെ പോലെ നല്ല വണ്ണം വെക്കുന്നുണ്ട്. സോ വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വേറെ പല പ്രോബ്ലംസും വരും. അതുകൊണ്ടാട്ടോ അധികം കൊടുക്കാത്തത്. നന്നായി തീറ്റിപ്പിച്ച് കൊഴുപ്പിക്കാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ വേണ്ട, പണിയായി. ഇത് ഇത്രയും ഫില്ല് ചെയ്യുക. നീ പോടാ, എനിക്ക് 2 മണി ആദ്യം തരും. ഹായ് ബേബി, ഫുഡ് ഏറ്റേ തട്ടേ തരില്ല. മാറ് ഫുഡ് ഇട്ടേ അങ്ങോട്ട് മാറിക്കണേ. ഉള്ള പകുതി പുറത്തു പോയി. നല്ല വെഡിപ്പായിട്ട് അവർക്ക് കഴിച്ചു തീർക്കുന്നതാണ്. ഇവള് കഴിക്കുന്നതാണ് ഭയങ്കര വിറ്റ. കാണിച്ചര ഞാൻ തന്നെയാ. ഓയ് തനിയിട്ട് ആട്ടിയാട്ടി കേൾക്കുന്നുണ്ടോ? കോമഡി അത് കാണാനായിട്ട്. ഇതിനിടയിൽ കൂടെ ക്യാമറ കയറ്റാൻ പറ്റുമെങ്കിൽ ഞാൻ കയറ്റിയേനെ. ഞാനപ്പോൾ ഇവിടെ എൻ്റെ വ്ളോഗ് എൻഡ് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഞാനും എൻ്റെ പൂച്ചയായിട്ടുള്ള ചില ക്യൂട്ട് വയലൻ്റ് മൊമെൻറ്റ്സ്. ക്യൂട്ട് ഞാൻ ഒരിക്കലും ഇതിനെ പറയില്ല.
അപ്പോൾ ടാറ്റ പറയാം. ടാറ്റ പറഞ്ഞേ, ടാറ്റ.